കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു.ഡി.എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും മുന്നണിയെ കൈവിട്ട ഏക മണ്ഡലം ആണ് ആലപ്പുഴ. പൊതുവെ യു.ഡി.എഫ് അനുകൂല മണ്ഡലം എന്ന് പറയപ്പെടുന്ന ആലപ്പുഴയിൽ ഇത്തവണയും കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കുക. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് വരെ പരിഗണനയിൽ ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്നത്തോടെ അന്തിമ രൂപം ആയേക്കും. അതേസമയം ആരാകും UDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ പോരാട്ടം കടുക്കുമോ? അഭിലാഷ, നമുക്കറിയാം ഇടത് മണ്ണാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചുവപ്പ് കോട്ടയായി നിൽക്കുന്ന ആലപ്പുഴ പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എല്ലാ തവണയും UDF-ന് മുൻതൂക്കം നൽകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് അത്തരമൊരു സവിശേഷതയുണ്ട്. പ്രധാനമായും കോൺഗ്രസ് നേതാക്കന്മാർ വയലാർ രവിയും AK ആന്റണിയും അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കൂടി വന്ന ഒരു മണ്ണ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ എല്ലാ തവണയും വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തേക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ചരിഞ്ഞിട്ടുള്ളത്. മറിച്ച് ഇവിടെ തുടർച്ചയായ വിജയം UDF-ന് നൽകുന്ന ഒരു ഇടം കൂടിയാണ്. സഭയും ന്യൂനപക്ഷങ്ങളും മറ്റ് ഈഴവ വോട്ടുകളും ഒക്കെ അടങ്ങിയ ഒരു പ്രത്യേക തീരദേശവും ഒക്കെ അടങ്ങുന്ന ഒരു പ്രത്യേക കൂട്ടായാണ് ആലപ്പുഴ കിടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. സിറ്റിംഗ് MP AM ആരിഫ് തന്നെ മത്സരിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ വലത് തരംഗം ആഞ്ഞു വീശിയപ്പോഴും ആകെ ഒരു സീറ്റ് ഇടതുപക്ഷത്തിൽ നിലനിർത്താൻ കഴിഞ്ഞത് ആലപ്പുഴയിലാണ് എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായ വിജയങ്ങളും ഒക്കെ നൽകുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കണം അഭിലാഷ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അതേസമയം തന്നെ ആരിഫിന് ശക്തനായ ഒരു എതിരാളി ഉണ്ടാകണം എന്നുള്ളതാണല്ലോ UDF-ന്റെ നിലപാട്. അവിടെ പല പേരുകൾ ആണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. KC വേണുഗോപാൽ കേന്ദ്രത്തിൽ ആണിപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എങ്കിലും KC വേണുഗോപാൽ തന്നെ മത്സര രംഗത്തേക്ക് എത്തണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് അടക്കം ഇപ്പോൾ സജീവമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ എതിരാളി ആര് എന്നതായിരിക്കും ഈ പോരാട്ടത്തെ എത്രത്തോളം തീവ്രമെന്ന് നിശ്ചയിക്കുക. ഒപ്പം NDA-യിലെ ചർച്ചകളും എങ്ങനെയാണ് ശരണ്യ? അഭിലാഷ്, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ UDF-ന് അത്തരമൊരു സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം സിറ്റിംഗ് MP ആയിരുന്ന KC വേണുഗോപാൽ ആലപ്പുഴയിൽ സംഘടനാപരമായ കാര്യങ്ങളാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാതെ മാറി നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് LDF-ന് AM ആരിഫിലൂടെ ആ സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് തിരികെ എടുക്കണം എന്നുള്ള ഒരു ആദ്യഘട്ടം മുതൽ, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്ന ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസിലുണ്ട്. നമുക്കറിയാം, നമുക്ക് K. സുധാകരൻ നൽകിയ ഇന്റർവ്യൂവിൽ പോലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ പ്രധാനമായി കാണുന്ന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ കോൺഗ്രസ് തീരുമാനിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ എന്നുള്ളതാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം KC വേണുഗോപാൽ തന്നെ, അതായത് KC തുടർച്ചയായി 3 തവണ നിയമസഭയിലും ഒപ്പം തന്നെ 2 തവണ പാർലമെന്റിലും ടൂറിസം മന്ത്രിയായി പാർലമെന്റിൽ ഇവിടുന്ന് ജയിച്ചു പോയ ഘട്ടത്തിൽ ടൂറിസം മന്ത്രിയുമായി ഒക്കെ എത്തിയ ആളാണ്. അതിൽ തന്നെ ആലപ്പുഴയിലെ തീരദേശമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും എല്ലാ വിഭാഗങ്ങളുമായി ഒരുപോലെ ബന്ധമുള്ള, വളരെ ആഴത്തിൽ ബന്ധമുള്ള ഒരു നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും KC വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യം വലിയ തോതിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമെന്ന് ആലപ്പുഴയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു പടി മുകളിൽ KC വേണുഗോപാൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ KCക്ക് അത്രയധികം വ്യക്തിബന്ധങ്ങളുള്ള ഒരു ഇടമാണ് ആലപ്പുഴ എന്നുള്ളതാണ്. മടങ്ങി വന്ന ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുള്ള ആവശ്യം വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. മറ്റൊന്ന് സംഘടനാപരമായ അവരുടെ ദൗർബല്യമാണ്. അതായത് സംഘടനയ്ക്കുള്ളിൽ ഉള്ള ദൗർബല്യം, ആ സംഘടനാ പ്രശ്നങ്ങൾ കൂടി, ആ ദൗർബല്യത്തെ കൂടി പരിഹരിച്ച് മറികടക്കാൻ കഴിയുന്ന വ്യക്തിപ്രഭാവമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് KC വേണുഗോപാൽ ഇവിടെ എത്തണമെന്നുള്ള ആവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉയരുന്നത്. ഒരുപക്ഷെ KC വേണുഗോപാൽ അത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്,
പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ്. രാഹുലിനെയും, അതായത് യൂത്തിന്റെ പ്രതിനിധിയായി രാഹുലിനെയും ഇവിടെ ഇറക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പ്രഥമ പരിഗണനയും ഇപ്പോൾ ആദ്യം പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ആൾ കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കെ.സി. ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമെന്നുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് എൻ ഡി എയുടേതാണ്. എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ BJPയും മാവേലിക്കരയിൽ BDJSുമാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണയും KS രാധാകൃഷ്ണനെ തന്നെ കഴിഞ്ഞ തവണ 1,87,000 വോട്ട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞ, അതായത് വലിയ കുതിപ്പ് BJP നടത്തിയ ഒരു ഇടമാണ് ആലപ്പുഴ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒന്നെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച KS രാധാകൃഷ്ണനെ തന്നെ ഇറക്കാനാണ്. അങ്ങനെയാണെങ്കിൽ KS രാധാകൃഷ്ണൻ വലിയ തോതിൽ വോട്ട് പിടിക്കാനാകും എന്നുള്ള പ്രതീക്ഷ BJP കേന്ദ്രങ്ങളിലുണ്ട്. അവർക്ക് കൃത്യമായ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണയിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം BJPക്ക് NDAക്ക് ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ടാമതായി പരിഗണിക്കുന്നത് BJP ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പേരും പരിഗണനയിലുണ്ട്. എന്തായാലും BJP കഴിഞ്ഞ തവണത്തേക്കാൾ നില ആലപ്പുഴയിൽ മെച്ചപ്പെടുത്താനാണ് സാധ്യത എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ BJP നില മെച്ചപ്പെടുത്തിയപ്പോൾ അത് കോൺഗ്രസിന്റെ വോട്ടുകളിൽ കുറവുണ്ടാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇത്തവണ KC വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചിലപ്പോൾ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയുടെ പേരും കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട്. ഏതായാലും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഷാനിമോളുമായി കടുത്ത പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഏകദേശം 7 മണ്ഡലങ്ങൾ കോൺഗ്രസ് ലീഡ് ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും. ഈ ചേർത്തലയും ഒപ്പം കായംകുളവും നൽകിയ ലീഡാണ് LDFന് തുണയായി മാറിയത്. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ അല്ലെ MM ഹസന്റെ പേരും ഒക്കെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി നിൽക്കുന്ന പേര് ഏറ്റവും പ്രഥമ പരിഗണനയിലുള്ളത് KC വേണുഗോപാൽ. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ UDF തരംഗമുണ്ടായപ്പോഴും LDFനെ പിന്തുണച്ച കനൽ ഒരു തരി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന AM ആരിഫിനെ ലോക്സഭയിലേക്ക് എത്തിച്ച മണ്ഡലം ആലപ്പുഴയാണ്. ഇത്തവണ BJP രാധാകൃഷ്ണനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റമാണ് KS രാധാകൃഷ്ണൻ നടത്തിയത്. അത് പക്ഷേ ശബരിമലയുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്നുകൂടി ആലപ്പുഴയിലെ ഇത്തവണത്തെ വോട്ടുനില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതേസമയം